ഇനി നമ്മൾ നേരത്തെ അസംബിൾ ചെയ്ത് വെച്ച ഈ ബെൻഡിക്സ് ഡ്രൈവ് നമുക്ക് ഈ കവറിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യണം. അതിനായി ആദ്യം ബെൻഡിക്സ് ഡ്രൈവിൻ്റെ ഷാഫ്റ്റിലേക്ക് കുറച്ച് ഗ്രീസ് അപ്ലൈ ചെയ്യണം. ഗ്രീസ് അപ്ലൈ ചെയ്തതിന് ശേഷം സ്റ്റാർട്ടറിൻ്റെ ബെൻഡിക്സ് ഡ്രൈവ്, പ്ലഞ്ചർ, ഫോർക്ക് ഇതെല്ലാം ഒരുമിച്ചെടുത്ത് ഇതുപോലെ സ്റ്റാർട്ടറിൻ്റെ കവറിനുള്ളിലേക്ക് കൃത്യമായി ഇറക്കി വെക്കണം. അതുകഴിഞ്ഞാൽ ഈ പ്ലഞ്ചറിൻ്റെ റബ്ബർ ബൂട്ടും അതിൻ്റെ വാഷറും ഇടാം. ഈ ബൂട്ടിടുമ്പോൾ ബൂട്ട് അതിൻ്റെ സ്ലോട്ടിൽ കൃത്യമായി വീണു എന്ന് ഉറപ്പുവരുത്തണം. കൂടാതെ ഈ ഭാഗത്തായിട്ട് ഒരു ബ്ലാക്ക് പ്ലാസ്റ്റിക്കിൻ്റെ പാഡ് കൂടി വരും, അതിടാൻ മറന്നു വരുത്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന പുതിയ സോളിനോയിഡ് സ്വിച്ച് ഇതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇനി നമുക്ക് മോട്ടറിൻ്റെ ആർമേച്ചർ ഇതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇവിടെ എൻ്റെ ആർമേച്ചർ നല്ല കണ്ടീഷനിൽ തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ ആർമേച്ചറിന് ഇനി എന്തെങ്കിലും ഇഷ്യൂയോ തേയ്മാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായും അത് റീപ്ലേസ് ചെയ്യുക. ഡാമേജ് ആയിട്ടിരിക്കുന്ന ഒരു ആർമേച്ചറിലേക്ക് നിങ്ങൾ എത്ര പുതിയ കാർബൺ ബ്രഷ് വാങ്ങിച്ചിട്ടാലും അത് ലാസ്റ്റ് ചെയ്യില്ല.